നമസ്കാരം. വയറ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആരോഗ്യമുള്ള വയറാണ് ആരോഗ്യമുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും അടിസ്ഥാനം. എന്നാൽ ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും വയറുവേദന, ദഹനക്കുറവ്, ഗ്യാസ്, അസിഡിറ്റി, വയറിലെ കൃമിശല്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ സാധാരണമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകാൻ ചില നാട്ടുവൈദ്യങ്ങളും ഒറ്റമൂലികളുമുണ്ട്. അത്തരത്തിലുള്ള ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. ആദ്യം ഏറ്റവും സാധാരണമായ ദഹനക്കുറവ് അഥവാ അജീർണം. ഭക്ഷണം കഴിച്ച ശേഷം വയറിന് ഭാരം തോന്നുക, ഏമ്പക്കം, വയറ് വീർപ്പ് എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ച് അതിന്റെ നീരെടുക്കുക. ഇതിൽ 1 ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കുന്നത് ദഹന പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും. ഇഞ്ചി ദഹനരസങ്ങളുടെ ഉൽപാദനം കൂട്ടുന്നു. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇത് അരിച്ചെടുത്ത് ഇളം ചൂടോടെ കുടിക്കുന്നത് ഗ്യാസ്, വയറുവീർപ്പ് എന്നിവയ്ക്ക് ഉടനടി ആശ്വാസം നൽകും. ഇത് ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കും. 1 ഗ്ലാസ് മോരിൽ 1 നുള്ളു കായം പൊടിച്ചതും 1 നുള്ളു ഉപ്പും ചേർത്ത് കുടിക്കുന്നത് ദഹനക്കുറവ് മൂലമുള്ള വയറുവേദന, ഗ്യാസ് എന്നിവയ്ക്ക് നല്ലതാണ്. കായം വായുവിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു മികച്ച ഔഷധമാണ്. ദഹനക്കുറവ് ഉണ്ടാകുമ്പോൾ 1 ടീസ്പൂൺ അയമോദകം വായിലിട്ട് സാവധാനം ചവച്ചരച്ച് കഴിക്കുക. ഇതിലെ തൈമോൾ എന്ന ഘടകം ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തും. അടുത്തതായി ആഹാരത്തിന് ശേഷം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റിയും നെഞ്ചരിച്ചിലും. വയറിലെ ആസിഡിന്റെ അളവ് കൂടുന്നതാണ് ഇതിന് കാരണം. കരിക്കിൻ വെള്ളം പതിവായി കുടിക്കുന്നത് വയറിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഇതിന് സ്വാഭാവികമായി ആസിഡിനെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. അസിഡിറ്റി ഉണ്ടാകുമ്പോൾ 4-5 തുളസിയില ചവച്ചരച്ച് കഴിക്കുക. രാവിലെ വെറും വയറ്റിൽ 10-20 മില്ലി കറ്റാർവാഴയുടെ നീര് കഴിക്കുന്നത് ദഹനനാളത്തിലെ വീക്കം കുറയ്ക്കാനും അസിഡിറ്റി ശമിപ്പിക്കാനും സഹായിക്കും. ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചവയ്ക്കുന്നത് അസിഡിറ്റിയും ഗ്യാസും കുറയ്ക്കാൻ നല്ലതാണ്. ഇത് ഉമിനീരിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ദഹനത്തെ സഹായിക്കുന്നു. എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതും, അമിതമായ ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുന്നത് അസിഡിറ്റി നിയന്ത്രിക്കാൻ സഹായിക്കും. ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് അല്ലെങ്കിൽ ചെറിയ അണുബാധകൾ എന്നിവ കാരണമുണ്ടാകുന്ന വയറുവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ നോക്കാം. ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ 3 ചേർത്ത പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് വയറുവേദന, ദഹനക്കേട് എന്നിവയ്ക്ക് നല്ലതാണ്. ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. വയറുവേദന ഉള്ളപ്പോൾ കുറച്ച് ഉള്ളിനീരിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് കഴിക്കുക. ഇത് വയറിലെ പേശികളെ ശാന്തമാക്കാൻ സഹായിക്കും. അല്പം പുളിച്ച മോരിൽ 1 നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വയറിലെ അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകും. വയറുവേദനയുള്ളപ്പോൾ ഒരു തുണിയിൽ ചൂടുവെള്ളം മുക്കിപ്പിഴിഞ്ഞ് വയറത്ത് വെക്കുന്നത് പേശിവലിവ് കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും സഹായിക്കും. വയറുവേദന കഴിഞ്ഞാൽ അടുത്ത പ്രധാന പ്രശ്നമാണ് വയറിളക്കം, പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന വയറ്റിലെ കൃമിശല്യം. കടുപ്പത്തിൽ ഉണ്ടാക്കിയ കട്ടൻ ചായയിൽ അല്പം ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കുടിക്കുന്നത് വയറിളക്കം നിയന്ത്രിക്കാൻ സഹായിക്കും. ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തിന് ഫലപ്രദമായ ഒറ്റമൂലിയാണ്. ഉലുവയിലെ നാരുകൾ വെള്ളം വലിച്ചെടുത്ത് വയറിളക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃമിശല്യം ഉണ്ടെങ്കിൽ 10 മില്ലി വേപ്പെണ്ണയും അത്ര തന്നെ ആവണക്കെണ്ണയും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൃമികളെ നശിപ്പിക്കാൻ സഹായിക്കും. ഇത് നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഇളം പപ്പായയുടെ കറയിൽ അല്പം തേൻ ചേർത്ത് കുടിക്കുന്നത് കൃമികളെ പുറന്തള്ളാൻ സഹായിക്കും. പപ്പായയിലെ പപ്പൈൻ എന്ന എൻസൈമാണ് ഇതിന് സഹായിക്കുന്നത്. വയറിളക്കമുള്ളവർ ധാരാളം വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട കരിക്കിൻ വെള്ളം എന്നിവ കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തണം. മലബന്ധം ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ശരിയായ ഭക്ഷണക്രമം പാലിച്ചാൽ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. നെയ്യ് കുടലിനെ വഴുവഴുപ്പുള്ളതാക്കി മലബന്ധം എളുപ്പമാക്കും. ആയുർവേദത്തിൽ പ്രധാനമായ ത്രിഫലയിലെ ഒരു ചേരുവയാണ് കടുക്ക. 1 ടീസ്പൂൺ കടുക്കപ്പൊടി ചൂടുവെള്ളത്തിലോ തേനിലോ ചേർത്ത് രാത്രി കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.